ഇന്നൊരു വീക്കെൻഡാണ്. അപ്പം നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ ഫ്ലാറ്റിനകത്ത് അടച്ചിരിക്കുകയല്ലേ. അപ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത, അധികം നമുക്ക് റഷൊന്നും ഫീൽ ചെയ്യാത്തൊരു സ്ഥലത്ത് പോകാമെന്ന് ഓർത്തു. ഇച്ചിരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഷാർജയിൽ നിന്നും നമ്മൾ എയർപോർട്ടിന് പോകുന്ന വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെയ്ദിലോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു നല്ല ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും. അതാണ് ഷാർജയിലെ സൂ എന്ന് പറയാം. അറേബ്യൻ വൈൽഡ് സെൻറ്റർ. നല്ല ഒരു കുട്ടികൾ ഒത്ത് ഒന്ന് വരാനും എൻജോയ് ചെയ്യാനും പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം നോർമലി മറ്റുള്ള സൂവിലെ പോലെ നമ്മൾ ഓപ്പൺ സ്പേസിലല്ല നിൽക്കുന്നത്. നമ്മൾ എ സി ഒക്കെ ഉള്ള കവേർഡ് സ്പേസിലാണ് നിൽക്കുന്നത്. മൃഗങ്ങൾ മറ്റു കാര്യങ്ങളുമൊക്കെ സാധാരണ അവരുടെ നോർമൽ ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്ന പോലെ ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു കാഴ്ചകളാണുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത് അവരെ കൂടിനകത്ത് തന്നെ ഇട്ടിരിക്കുന്ന ചില മൃഗങ്ങളെയും ഇഴജന്തുക്കളെയൊക്കെയാണ്. ഇതാണ് ആദ്യം കാണുന്ന കാഴ്ച. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൃഗങ്ങളെയും ഒക്കെ കാണാൻ പോകുന്നത്. സിംഹമോ അങ്ങനെ അത്ര വലിയ മൃഗങ്ങളൊന്നുമില്ല, വളരെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ പുലി കടുവ ഉണ്ട്. പുലിയില്ല, കടുവയുണ്ട്. അത് വളരെ നല്ല സ്ഥലമാണ്. പിന്നെ കുറച്ച് ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റും. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ക്ഷീണം ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മൾ വെയിലത്തല്ലല്ലോ നിൽക്കുന്നത്. നമ്മൾ കവേർഡ് എ സി ഉള്ള സ്ഥലത്ത് തന്നെ ഫുഡ് മറ്റുണ്ട്. 20 രൂപ എൻട്രൻസ് ഫീ ആണ് അവർ നമുക്ക് ചാർജ് ചെയ്യുന്നത്. വളരെ നല്ല സ്ഥലമാണ്. ഈ സ്നേക്സിൻ്റെ ഒരു നല്ല കളക്ഷൻസ് ഈ ഡെസേർട്ടിലും മറ്റുമുള്ള അറബ് പിന്നെ ഗൾഫ് കൺട്രികളിൽ കാണുന്ന അത്തരം സ്നേക്സുകൾ ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പല വെറൈറ്റിയിലുള്ള എല്ലാം നല്ല വിഷമുള്ള ഇനമാണ് ഇതൊക്കെ. ഇപ്പം നമുക്ക് ആ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷെ എന്നാലും വളരെ ചെറിയ ഇതാണ്. ഈ മണ്ണിൽ ഇത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലതാണ്. ഞാൻ ശരിക്കും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളത് പോയി കഴിഞ്ഞാൽ ഒരു 20 ദിർഹംസേ ഉള്ളൂ. വണ്ടി കൊണ്ട് നമുക്ക് അകത്ത് പോയി ഇതിൻ്റെ ഓരോ സെൻറ്ററായിട്ടാണ്. അപ്പോൾ ഓരോ സെൻറ്ററിൽ പോയി നിർത്തി കണ്ടിട്ട് വരാം. വലിയ തിരക്കില്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. തിരക്കില്ലാതെ നമുക്ക് പോയി വരാൻ പറ്റും.